നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില ആളുകൾക്ക് ഇരചമയാൻ വലിയ ഇഷ്ടമാണ്. എന്തൊരു പച്ചക്കള്ളമാണ് വിളിച്ചു പറയുന്നത്. നടൻ മണിയൻപിള്ള രാജുവിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു, 2 യുവാക്കൾക്ക് പരിക്കേറ്റു എന്നുള്ള സംഭവം വളരെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം ബ്രേക്കിങ്ങുകളായിരുന്നു. നടൻ വലിയ രീതിയിൽ മദ്യപിച്ച് ബോധമില്ലാതെയാണ് വാഹനം ഓടിച്ച് യുവാക്കളെ ഇടിച്ച് തെറിപ്പിച്ചതെന്നും അവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോയി എന്ന തരത്തിലൊക്കെയായിരുന്നു രാവിലെ തന്നെ വാർത്തകൾ പുറത്തു വന്നത്. പിന്നീട് ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് വരെ അദ്ദേഹം വലിയൊരു കുറ്റവാളിയെ പോലെ തന്നെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിലൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴാ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രൂക്ഷമായിട്ടുള്ള പ്രതികരണം നടത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി MP-യുടെ മകനായിട്ടുള്ള മാധവ് സുരേഷ്. വളരെ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഇടപെടലിനെ വലിയ രീതിയിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാധവ് സുരേഷ് രംഗത്തെത്തിയിരിക്കുന്നത്. കള്ളം പറയുന്നതിനും അനാവശ്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ഒരാളെ കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിക്കുന്നതിനും യുവാക്കൾക്കെതിരെ മാനനഷ്ടത്തിന് കേസെടുക്കണം എന്നതടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാധവ് സുരേഷ് മാധ്യമങ്ങളുടെ ഇടപെടലിനെ വിമർശിക്കുന്നത്. പരിക്കേറ്റ യുവാക്കളുടെ പ്രതികരണം പുറത്തു വന്നതിന് പിന്നാലെയാണ് മാധവ് തന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഈ ഒരു പ്രതികരണം നടത്തിയത്. സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിലൂടെയായിരുന്നു മാധവ് സുരേഷിന്റെ പ്രതികരണം വന്നത്. അതിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ചില ആളുകൾക്ക് ഇരചമയാൻ വലിയ ഇഷ്ടമാണ്. എന്തൊരു കള്ളം പറയുന്നതിനും ഒരാളെ അനാവശ്യമായി കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിച്ചതിനും അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഇതായിരുന്നു മാധവ് സുരേഷ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ച പ്രതികരണം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് മുൻപിലായിട്ട് ഇത്തരത്തിൽ ഒരു വലിയ അപകടം സംഭവിക്കുന്നത്. മണിയൻപിള്ള രാജു ഓടിച്ചിരുന്ന കാറും അത് ബൈക്കിൽ ഇടിച്ചായിരുന്നു നിവേദ്, സൂരജ് എന്നീ യുവാക്കൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയി എന്നും നാട്ടുകാരാണ് തങ്ങളെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നുമായിരുന്നു സംഭവം ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങളോട് നിവേദും സൂരജും വെളിപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ നടനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുണ്ടായി. LLB വിദ്യാർത്ഥിയായ നിവേദിന്റെ ഇടതുകാലിനാണ് പൊട്ടലുണ്ടായിരുന്നത്. ITI പ്രവേശനം കാത്തിരിക്കുന്ന സൂരജിന്റെ തുടയെല്ലിനും ഗുരുതരമായിട്ടുള്ള പൊട്ടലുണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തുവന്നു. ഇരുവരെയും തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ക്രിയയ്ക്ക് വിധേയരാക്കിയിട്ട് ചികിത്സ തുടരുകയാണ്. താനാണ് അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചിരുന്നത് എന്നത് സംഭവം നടന്ന ഉടൻ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടൻ മണിയൻപിള്ള രാജു സമ്മതിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നത് മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയില്ല എന്നുള്ളതായിരുന്നു നടനെതിരെ ഉന്നയിച്ചിരുന്ന വലിയ ആക്ഷേപങ്ങൾക്ക് കാരണമായത്. എന്തായാലും ഒരു ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബൈക്ക് വളരെ വേഗത്തിൽ തന്റെ വാഹനത്തിൽ വന്നിടിക്കുകയായിരുന്നു എന്നും ഭയം കൊണ്ടാണ് താൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ പോയത് എന്നുമാണ് ഇതിനൊരു വിശദീകരണമായിട്ട് നടൻ നൽകിയത്. അപകടത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുണ്ടായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള 2 വാദമുഖങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുവാക്കൾക്കെതിരെ മാനനഷ്ട കേസ് നൽകാനുള്ള മാധവ് സുരേഷിന്റെ ആവശ്യം അതിനി പരിഗണിക്കുമോ എന്നുള്ള രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന് മുൻപിലായിട്ട് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടാകുന്നത്. മണിയൻപിള്ള രാജു ഓടിച്ചിരുന്ന കാറും യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ അപകടം ഉണ്ടാകുന്നു. അതിൽ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ അപ്പോൾ തന്നെ രക്ഷപ്പെടുന്ന കളയുന്ന തരത്തിലേക്ക് പോകുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ നിവേദിനെയും സൂരജിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അവിടുത്തെയുള്ള നാട്ടുകാരൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ സംഭവം അറിഞ്ഞ് പോലീസ് മണിയൻപിള്ള രാജുവിന്റെ വീട്ടിലെത്തിയപ്പോൾ ആ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു എന്നും അതുപോലെ തന്നെ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല, അതായത് വാഹനം അവിടുന്ന് മാറ്റി വെക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു എന്നതൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതേസമയത്ത് സംഭവം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം വിഷയം ഒരാളെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ട് പോലീസ് നടപടിയെടുക്കാൻ വൈകി എന്നുള്ള ചോദ്യങ്ങളൊക്കെയായിരുന്നു പിന്നീട് ഉയർന്നു കേട്ടത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, നടന് എതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ടോ, ഈ മണിയൻപിള്ള രാജു മദ്യപിച്ചോ എന്നതടക്കമുള്ള വൈദ്യപരിശോധനയ്ക്കടക്കം 12 മണിക്കൂർ ഗ്യാപ്പ് വന്നു എന്ന് പറയുന്നത് പോലീസിന്റെ വീഴ്ചയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ, ആ ഒരു അന്വേഷണ വിധേയമാകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഇങ്ങനെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു
റേറ്റിംഗിന് വേണ്ടി അവരുണ്ടാക്കിയെടുത്തൊരു വാർത്തയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ എന്ന തരത്തിലാണ് നിരവധി ആളുകൾ പ്രതികരണവുമായിട്ട് രംഗത്ത് വരുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടെയാണ് ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവായത് എന്ന് പറയേണ്ടി വരും. കാരണം CCTV ദൃശ്യങ്ങൾ വരുന്നത് വരെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിച്ച് വലിയൊരു സമൂഹമായിരുന്നു നമുക്കിടയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്നത് പോലെ ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് വളരെ പതിയെ പുറത്തേക്ക് വാഹനം ഇറക്കുന്ന മണിയൻപിള്ള രാജു റൈറ്റിലോട്ടായിരുന്നു പോകാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടിരുന്നു. അങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ട് പതിയെ വാഹനങ്ങളെല്ലാം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പതിയെ മുന്നോട്ടേക്ക് വാഹനം എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചീറി പാഞ്ഞുകൊണ്ടൊരു 2 വീലർ അതുവഴി വരുന്നതും അത് ഇടിച്ചു തെറിച്ച് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നത്. ആ സമയത്ത് അപകടമുണ്ടായി എന്ന് വ്യക്തമായിട്ടും ആ വാഹനം അവിടെ നിർത്താതെ മണിയൻപിള്ള രാജു വാഹനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അപകടത്തിൽപ്പെട്ട 2 വീലറിലുണ്ടായിരുന്ന 2 വ്യക്തികൾ അവരുടെ ഡ്രൈവിംഗ് അതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ അനിവാര്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ യുവാക്കളുടെ കാര്യത്തിലും പരിശോധനകൾ നടത്തേണ്ടതായിട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തനിക്ക് ആ ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് വളരെ സന്തോഷമുള്ള ആശ്വാസമുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട് എന്ന് വളരെ വികാരഭരിതമായിട്ട് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതായത് ഒരു പക്ഷേ ആ തെളിവുണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ കുറ്റക്കാരനായിട്ട് എന്നും ക്രൂശിക്കപ്പെട്ടേനെ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് മണിയൻപിള്ള രാജു പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വരുമ്പോൾ അപകടം സംഭവിച്ച യുവാക്കളെ നേരിട്ട് പോയി കാണാനും താൻ തയ്യാറാണ് എന്നും അവരുടെ അടുത്ത് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ താൻ വില്ലിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടൻ രംഗത്തേക്ക് വരികയാണ്. അതേസമയം ഈ ഇങ്ങനെയൊരു സംഭവം നടന്ന് തന്റെ നിരപരാധിത്വം തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അപകടമുണ്ടായ സമയത്ത് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ സംഭവം യുവാക്കൾ 2 പേർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ ചില വിവാദങ്ങൾ ഉയരുന്നുണ്ട്. അതായത് FIR വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. അതായത് FIRൽ നടന്റെ പേര് ഉൾപ്പെടുത്താത്തത് എന്തിന് എന്നുള്ള ചോദ്യമാണ്. അജ്ഞാതനായ വ്യക്തി എന്നാണ് ഈ ഒരു FIRൽ ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാഹനം അതിൽ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇത് നടന്റെ പേരിലുള്ള ഒരു വാഹനമാണ് എന്നുള്ളത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല, എഴുതിയില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. രാത്രി വളരെ വൈകിയാണ് അപകടത്തിൽ പരിക്കേറ്റവരുടെ മൊഴിയെടുത്തത് എന്നും കാർ ഓടിച്ചിരുന്നത് ആരായിരുന്നു എന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുമാണ്. അതിനാലാണ് പേര് ഉൾപ്പെടുത്താത്തത് എന്നാണ് ഈ ഒരു വിവാദമുണ്ടായപ്പോൾ പോലീസിന്റെ വിശദീകരണം. എന്നാൽ കാറിന്റെ നമ്പർ FIRൽ ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് പേര് ആരുടേതെന്ന് വ്യക്തമാകുമായിരുന്നു. പക്ഷേ അതൊരു ഒരാൾക്ക് ഫേവറിസം ചെയ്യുന്ന പോലെയുള്ള ഒരു നടപടിയായി പോയി എന്നുള്ള വിമർശനങ്ങളാണ് വരുന്നത്. എന്തായാലും ഗുരുതരമായ 3 വകുപ്പുകളാണ് ഇപ്പോൾ നടനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. മനുഷ്യജീവന് അപകടമുണ്ടാകുന്ന തരത്തിൽ വാഹനം ഓടിച്ചു, പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകാൻ തയ്യാറാകാതെ രക്ഷപ്പെട്ടു കളഞ്ഞു, യഥാസമയം അപകട വിവരം പോലീസിനെ അറിയിച്ചില്ല എന്നീ തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങളാണ് മണിയൻപിള്ള രാജുവിനെതിരെ FIRൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മണിയൻപിള്ള രാജു പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഹാജരാകുന്നതും അപകടശേഷം നടൻ കാർ നിർത്താതെ പോയി എന്നതിനെ കുറിച്ചുള്ള വിശദീകരണമൊക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് ട്രിവാൻഡ്രം ക്ലബിന് മുൻപിലായിട്ട് അപകടമുണ്ടാകുന്നത്. തുടർന്ന് രാത്രി മണിയൻപിള്ളയുടെ വീട്ടിൽ വച്ച് പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു എന്നും പോലീസ് ആദ്യം പ്രതികരിച്ചു. നിവേദ് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരിൽ ഒരാളുടെ കാലിന് ഒടിവ്, മറ്റൊരാൾക്ക് നട്ടലിന് പരിക്ക് എന്നിവയാണ് ഉള്ളത്. എന്തായാലും ഭയം കാരണമാണ് താൻ വാഹനം നിർത്താതെ പോയതെന്നും ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടം ഉണ്ടായതെന്നും താൻ മനഃപൂർവ്വം അവരെ രക്ഷപ്പെടുത്താതിരിക്കാനുള്ള ശ്രമമല്ല, തനിക്ക് ആരോഗ്യ സ്ഥിതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ക്യാൻസർ രോഗിയാണ്, അതോടൊപ്പം തന്നെ ചിക്കൻ ഗുനിയ വന്നിട്ടുള്ള അവസ്ഥയിലായിരുന്നു, തൻ്റെ വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കായിരുന്നു, അതൊക്കെ ഒരുപാട് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് താൻ അവിടെ പെട്ടെന്ന് ഇറങ്ങാഞ്ഞതെന്നും അപകടം ഉണ്ടായപ്പോൾ തന്നെ താൻ വിളിച്ച് തൻ്റെ സുഹൃത്തുക്കളോട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്, അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ള കാര്യം അറിയിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയതെന്നും ഒക്കെയാണ് പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കൂടെ കാണാം.